ഒരുപാട് നേരമെല്ലാം നടക്കുന്നു. ഇവിടെയാണോ നിന്റെ വീട്? നീ ക്ഷീണിച്ചോ? ചെറുതായിട്ട്. എന്നാ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണോ? അയ്യോ അതൊന്നും വേണ്ട. നമ്മളിനി അധികം നേരം വൈകിയാലേ ഒരു നാട്ടിൽ നമ്മളിട്ട് ഓടിക്കും. അത് ശരിയാ. എന്നാ നമുക്ക് വേഗം പോകാം. പിന്നെ ആമി, എന്താ ദേവു, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, പിന്നെ ഒരു അനിയനുണ്ട്. പിന്നെ നേരത്തെ അബു പറഞ്ഞില്ലേ കദീസുമ്മ. കദീസുമ്മ ആരാ നിന്റെ? കദീസുമ്മ എന്റെ ഉപ്പയുടെ ഉമ്മയാ. അത് ശരി. ആള് കുറച്ച് ഡേഞ്ചർ ആണല്ലേ? എന്താ നിനക്ക് പേടിയുണ്ടോ? ഏയ് പേടിയൊന്നും ഇല്ല. എന്നാലും ഇത് പേടിക്കൊന്നും വേണ്ട. ആളെ പറയുമ്പോഴുള്ള ചൂടേ ഉള്ളൂ. ആള് പാവാ. ആണല്ലേ? അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? എന്ത് കുഴപ്പം? ഈ വാ. ഇതാണോ നിന്റെ വീട്? ഇതന്നെ നമ്മളെ വീട്. പുറത്തൊന്നും ആരും കാണുന്നില്ലല്ലോ. വീടിന്റെ കഥകൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലൊക്കെ കാണും. ദേവു, ഈ തൽക്കാലം ഇവിടെ നിൽക്ക്. ഞാൻ വീട്ടുകാരെ പറഞ്ഞുകാണ്ട് ഒന്ന് സെറ്റാക്കിട്ട് വരാം. ഇവിടെ തന്നെ നിൽക്കട്ടാ, പോവല്ലേ? ശരി, നീ പോയിട്ട് വാ. കുറെ നേരമല്ല ആമി പോയിട്ട്, പുറത്തോട്ടൊന്നും കാണുന്നില്ല. പോയി വിളിച്ചു നോക്കണോ? അല്ലെങ്കിൽ വേണ്ട. ചിലപ്പോ അവളെ കദീസുമാക്ക് ദേഷ്യം പിടിച്ചാലോ. ഇവിടെ തന്നെ നിക്കാം. ദേവു, എന്താ ആമി? എന്താ പ്രശ്നം? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? എനിക്ക് പേടിയാവുന്നുണ്ട്. എന്താ നീ കാര്യം പറ. എന്നെ നിന്റെ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല, അതുകൊണ്ടാണോ? അത് കുഴപ്പമില്ല, ഞാനേ ചിഞ്ചുവിന്റെ വീട്ടിലോട്ട് പൊക്കോളാം. അതൊന്നും അല്ല. ഇതാരാ? ഇതാണോ നിന്റെ അനിയൻ? ഞാൻ ആമിയുടെ അനിയനാ, കുട്ടാപ്പി. ആമിക്ക് എന്താ പറ്റിയേ? ഇവിടെ ആരുമില്ലേ കുട്ടാപ്പി? അത് പിന്നെ ഞങ്ങളുടെ വല്യമ്മയല്ലേ കദീസുമ്മ. വല്യമ്മ ഇവളെ കാണാത്തോണ്ട് ബോധം കെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അയ്യോ, ഇനി എന്ത് ചെയ്യും? അതിനാണോ നീ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? വീട്ടിലെല്ലാരും ഹോസ്പിറ്റലിൽ പോയതാ. ആരും ഇവിടെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. നീ എന്തൊന്നും മിണ്ടാതെ ആമി. വല്യമ്മക്ക് ബോധം വന്നേക്കണടാ. ഇതുവരെ ബോധം വന്നിട്ടൊന്നുമില്ല. എന്തേ? വിഷമിക്കേണ്ട, ബോധം വന്നോളൂ. ബോധം ഈ അടുത്ത കാലത്തൊന്നും വരാത്തതിന് നല്ലത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ബോധം വന്നാലേ ഇന്നങ്ങൾക്കാരും ഈ കോലത്തിൽ കാണാൻ പറ്റൂലെന്നുള്ളൂ. എന്റെ മൂന്ന മിക്കവാറും അടിച്ചു പൊട്ടിച്ചു. അതേതായാലും ഉണ്ടാവും. അന്നെ കാണാനില്ലാത്തോണ്ടേ ഇവിടെ നാട്ടുകാരോടും ഇവനെ ചൂടായി നടക്കേനു. ഇവിടെ നാട്ടിലുള്ള എല്ലാ പെരയിലും പോയി കേറി ഇറങ്ങിയേനെ വല്യമ്മ. ഇത് ചിലപ്പോ എവിടെയെങ്കിലും ഒലിച്ചിട്ടുണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇല്ല പൊയിലും തോട്ടിലും മുഴുവൻ എന്നെ തെരഞ്ഞു നടക്കേനെ. പടച്ചോനെ, ബോധം പോയതന്നല്ലേ, പിരാന്തായതൊന്നല്ലല്ലോ. ബോധം പോയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഇനിയിപ്പോ എന്തായിക്കണോന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കാം. അതാ നല്ലത്. നമുക്ക് വേഗം ഹോസ്പിറ്റലിലോട്ട് പോകാം. ഏത് ഹോസ്പിറ്റലിലാ കുട്ടാപ്പി? സിറ്റി ഹോസ്പിറ്റലിലാ. ഇപ്പിയും അതാ അവിടെ നിക്കണു. ഉമ്മ, ഇന്റെ പഠിച്ചോനെ ആമി, ഇത് എവിടെയാണ്? ആമി, ഇത് ഞങ്ങളെ കെട്ടിക്കാണ് എവിടക്ക പോയിന്റത്? ഈ ഉമ്മാനോട് പോലും ഒരു വാക്ക് പറയാതെ എന്റെ മോളെ എവിടക്ക പോയിന്നത്? നിങ്ങൾ എന്നെ കാണാതെ എത്ര വിഷമിച്ചു എനിക്കറിയോ? ഈ ബാപ്പ എന്നെ തരാൻ ഒരു സ്റ്റൈലും ബാക്കിയില്ല. എന്നോട് ക്ഷമിക്കണം. എന്താ വല്യമ്മാന്റെ വിവരം? ഉമ്മാക്ക് തീരെ സുഖമില്ല. എന്നെ കാണാനില്ലാന്ന് പറഞ്ഞ അപ്പൊ തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ ബോധം പോയിക്കണു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. എന്നിട്ട് ഡോക്ടർമാരൊക്കെ എന്താ പറഞ്ഞു? ഓരോടൊന്നും വിവരം ചോദിച്ചിട്ട് ഒന്നും പറയണില്ല. കുറച്ചേരം കാത്തിക്കി ഇങ്ങനെ പറയാ. എന്നെ അപ്പൊ കുറച്ച് സീരിയസാ? എന്താന്ന് അറിയില്ല, ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. അമ്മ ഡോക്ടർ വന്നിക്കണേ, ചോദിച്ചു നോക്കി. നിങ്ങളാണോ മിസ് കദീസുമ്മയുടെ? അതെ, ഞാൻ മോനാ. ഇതാരാണ്? ഇതിന്റെ ഭാര്യയാണ്. എന്താ ഉമ്മാന്റെ വർത്താനം? അപകടനില തരണം ചെയ്തു എന്ന് നമുക്ക് പറയാം. പക്ഷെ ആളുടെ ബോധം ഇപ്പോഴും വന്നിട്ടില്ല. മിക്കവാറും ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരും. ഓപ്പറേഷനോ? അതെന്തിനാ ഡോക്ടറെ ബോധം കിട്ടുന്നതിന് ഓപ്പറേഷൻ? ഹേ മിസ്റ്റർ, നിങ്ങളാണോ ഡോക്ടർ അതോ ഞാനാണോ ഡോക്ടർ? ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളാ ഡോക്ടർ എന്ന്? അപ്പൊ ഞാനാണല്ലോ ഡോക്ടർ, അത് ഉറപ്പാണല്ലോ. മിസ് കദീസുമ്മയുടെ തലച്ചോറ് ഇപ്പോൾ തീരെ പ്രവർത്തിക്കുന്നില്ല. അവർക്ക് തലച്ചോറിന് ഒരു ഓപ്പറേഷൻ എന്തായാലും നിർബന്ധമാണ്. നിങ്ങൾ വേഗം ക്യാഷ് ഉണ്ടാക്കാൻ നോക്കിക്കോളൂ. ഏകദേശം എത്ര ആവും ഡോക്ടറെ? ഒരു 5 ലക്ഷം രൂപ കരുതിക്കോളൂ. പൈസ നിങ്ങൾ എപ്പോ അടക്കുന്നോ അപ്പൊ നമുക്ക് ഓപ്പറേഷൻ തുടങ്ങാം. പിന്നെ ഈ സത്യരാജിന്റെ അടുത്ത് വന്നവരൊന്നും ജീവനോടെ മടങ്ങിപ്പോയ ചരിത്രം. എന്ത്? ജീവൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ എല്ലാവരും വേഗം റെഡിയായി നിന്നോളൂ. നമുക്ക് വേഗം ഓപ്പറേഷൻ തുടങ്ങാം. ഇതേതാ ഈ പിള്ളേരൊക്കെ? ഇവരൊക്കെ ഓപ്പറേഷൻ ചെയ്യാനുള്ളതാണോ? ഇല്ല, ഇതൊക്കെ കദീസുമ്മയെ കാണാൻ വന്നവരാ. എങ്കിൽ ശരി, നിങ്ങൾ വേഗം പൈസ റെഡിയാക്കി വെച്ചോളൂ. യുറേക്ക. സുബൈർക്ക, ഇത്രയും പെട്ടെന്ന് തന്നെ 5 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ? അതന്നെ ഇപ്പൊ ഞാനും ആലോചിച്ചിട്ടുണ്ട്. കടം ചോദിച്ചാലാണെങ്കിൽ ആരും തരൂല്ല. നമ്മളെ സഹായിക്കാനാണെങ്കിൽ ആരുമില്ല. തൽക്കാലം നിങ്ങളുടെ മേത്തുള്ള സ്വർണം കൊണ്ടുപോയി വിറ്റാളി. അല്ലാതെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്നെ കൊണ്ട് കഴിയുമ്പോ ഞാൻ എനിക്ക് ഉണ്ടാക്കി തരണ്ടി. അതൊക്കെ ഞാൻ കുറെ കേട്ടതാണ്. എന്റെ നിവൃത്തികേടോണ്ടല്ലേ? ഒന്നും കുഴപ്പമില്ല സുബൈർ കാക്ക. എന്നാ ഞാൻ പൈസക്കുള്ള അറേഞ്ച്മെന്റ്സ് എന്തെങ്കിലും ചെയ്തിട്ട് വരാം. അവരിപ്പോ ഉമ്മാനെ ഐസിയിലോട്ട് മാറ്റുമായിരിക്കും. എല്ലാരും ഇവിടെ തന്നെ നിന്നോളിട്ടാ. ആമി, ഇതാരാ നിന്റെ കൂടെ വേറൊരാള്? അങ്കിളെ, എന്റെ പേര് ദേവുന്നാ. മോളെ വീട് എവിടെയാണ്? വീടില്ല. ഞാൻ ഓളെ നമ്മളെ വീട്ടിൽ താമസിപ്പിക്കാൻ കൊണ്ടുവന്നതാ. അതിനെന്താ? അതാണോ ഈ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? നിങ്ങൾ എവിടെയെന്നൊന്ന് ചോദിച്ചറിയാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചറിയൊക്കെ. ശരി ഉപ്പാ, ദേവുവിനെ കുറിച്ചുള്ളതൊക്കെ ഞാൻ അപ്പൊ പറഞ്ഞു തരാം. ശരി. എന്റെ പഠിച്ചോനെ, ഞാനിതോടെ സ്വർഗത്തിലെത്തിയ? നമ്മൾ ഇത്രയും നേരമായിട്ട് മരിച്ചിട്ടില്ലേനല്ലോ. പിന്നെ ഇതെങ്ങനെ? ഏതോ വലിയ ഹോസ്പിറ്റലാണല്ലോ. എന്റെ പെരയിലാണല്ലോ കിടന്നുറങ്ങിയത്. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? സുബൈറേ, ഇവിടെ ആരില്ലേ? മണ്ടി പേരേ നീ നരകത്ത് കൊടുത്തിട്ടത്. ഒക്കത്തിന്റെ ചെവിയിൽ എന്താ പഞ്ഞി വെച്ച് മൂടിക്കണ? ഒറ്റ നിന്നെ ചെവി വെക്കണില്ലെന്നാ തോന്നുന്നത്. അണ്ടി ബാ സുബൈറേ. മേഡം, നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നത്?
ഈ എപ്പോഴും എന്നെ വിളിച്ചത് മാടെന്നാ? ഇത് നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലാന്ന് വെച്ചാണ് നമ്മളെ പല തേറിയും വിളിച്ചല്ലേ? ഓ അതല്ല ഉമ്മ, നിങ്ങൾ എന്തിനാ ഇവിടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്നെന്ന് ചോദിച്ചതാ. നിങ്ങൾക്ക് ഓക്കെ ആണോ? ഉമ്മേ ആരുമ്മ? ഞാനെപ്പോഴാടി എൻ്റെ അമ്മ ആയത്? ഓ മൈ ഗോഡ്, ഈ സ്ത്രീയെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? ഇവരെ ഒന്നും വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? എന്തെങ്കിലും സഹായം വേണോ? ഒരു സഹായം വേണ്ട, ഇതിനുള്ള നിന്നൊന്ന് പുറത്ത് കളിക്കാൻ മതി. അയ്യോ ഡോക്ടർ വരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തിനാ ഡോക്ടർ വരുന്നത്? ഇന്നത്തെ ഞങ്ങൾ ഇവിടെ പിടിച്ചിട്ടേ. നിങ്ങൾക്ക് ഇതുവരെ ബോധമില്ലായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ ബോധം തെളിഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം. ഡോക്ടർ വരട്ടെ, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് തന്നിട്ട് പോകാം. ഇന്നെ ഡിസ്ചാർജ് ആക്കാൻ ഒരു ഡോക്ടർ ആവശ്യമില്ല, ഞാൻ തന്നെ മതി. അതിനെന്തിനാ ഡോക്ടറെ ഇച്ച് ഡിസ്ചാർജ് ആയി പോവാൻ? ഞാൻ തന്നെ പോയിക്കോളൂലേ, എന്നെ കൊണ്ട് നടക്കാനൊക്കെ പറ്റും. ഇന്നത്തിനാ ഡോക്ടർ വരണ്ടേ? അയ്യോ അതല്ല ഞാൻ പറഞ്ഞത്, ഡോക്ടർ വന്നാലേ നിങ്ങളെ ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റൂ. സോറി, ഞാനിവിടുത്തെ നഴ്സാണ്, എനിക്ക് ഇവിടുത്തെ റൂൾസ് പാലിച്ചേ പറ്റൂ. സോറി, നിങ്ങൾ കുറച്ചുകൂടി സംയമനം പാലിക്കണം. പിന്നെ ഇതാരടി പെണ്ണ് എന്നെ പഠിപ്പിച്ചാനേ? ഉസറും പുള്ളി എനിക്ക് ഈ കുട്ടി ട്രൗസർ ഇട്ടാണ് എന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഇത് ഞങ്ങളുടെ യൂണിഫോമാണ്. മൈ ഗോഡ്, ഇനി അവിടുന്ന് താഴത്തേക്ക് ഇറക്കിയിട്ട് പോയാൽ മതി. വലിയൊരു കുന്നിന്റെ മേലെ എന്നെ കയറ്റിച്ചിക്കാണ്ട് ഞാൻ എങ്ങനെ ഇങ്ങോട്ട് അടിയിക്ക് ഇറങ്ങുക? അല്ലെങ്കിലേ കാലിന്റെ മുട്ട് തേയ്മാനുള്ളതാണ്. ഇനി പതിമന്ന് ചാടിയിട്ടുണ്ടെങ്കിലേ എന്റെ ഊരിയും കൂടി മുറി. ചിലക്കാതെ എന്നെ ഇവിടെ ഇറക്കി തന്നിട്ട് പോയിക്കോ. മേഡം, ഞാൻ വേറെ ആളെ ഇങ്ങോട്ട് അയക്കാം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഓ രക്ഷപ്പെട്ടു. വേറെ ആളെ അയക്കാന്ന് പറഞ്ഞാൽ ഓളോളെ പാട്ടിന് പോയി. അടിക്കൊന്ന് ചാടി നോക്കിയാലോ? പഠിച്ചവനെ കണ്ടിട്ട് പേടിയാവണം. ഇപ്പം ചാടിക്കാണ്ടെങ്കിൽ പിന്നെ ഊരെ മുറിയെന്നാവും. ആ പെണ്ണ് ആളെ പറഞ്ഞേക്കാന്ന് പറഞ്ഞാണ്ട് ഈ ബൈക്കോളെ കാണാൻ എല്ലാത്തിനും മുസീബത്ത് തന്നെയാണോ? ഇതേ ഈ പൊട്ടൻ ഇവിടെ വന്ന് ചാടി കളിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുന്നേറ്റോ? ഞാൻ നീച്ചുന്നത് 10-60 കൊല്ലേക്കും. എന്തിയെ? ഓഹോ, നിങ്ങൾ ഭയങ്കര തമാശക്കാരിയാണല്ലോ. നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ബോധം വന്നോ? ഓ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാരുടെ ചക്ക? ഞാനോ? ഞാൻ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ. ഡോക്ടറോ? എന്നെ കണ്ട ഒരു ഡോക്ടറെ ചായൊന്നുമില്ലല്ലോ. ഇപ്പൊ എന്റെ കോലം എന്റെ തീപ്പെട്ടിക്കോലും ബലവും അച്ഛമായി. ഇജ് വന്നിട്ട് എന്തോ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞു. ഈ ആസ്പത്രിയിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ടാലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ പേപ്പർ വേഗം എഴുതിക്കൊണ്ട്. സോറി മിസ് കദീസുമ, നിങ്ങളെ ഞാൻ ഡിസ്ചാർജ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളുടെ ബ്രെയിനിന് ഒരു സർജറിയുടെ ആവശ്യമുണ്ട്. നിങ്ങളുടെ തലച്ചോറ് ഞാൻ പരിശോധിച്ചപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരുപാട് കൊതുകുകളുണ്ട്. അവയെ എനിക്ക് കുത്തി കുത്തി കൊല്ലണം. നിങ്ങളുടെ തലയിൽ തന്നെ. നിങ്ങളുടെ തല ഞാൻ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഈ പേട്ടത്തല ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. മര്യാദക്ക് കിടക്കവിടെ. നിങ്ങൾ ആരെയും വിളിച്ചിട്ട് കാര്യമില്ല. മര്യാദക്ക് അവിടെ കിടക്ക്. കൂൾ മിസ്റ്റർ കദീസുമ, കൂൾ. നിങ്ങൾ പേടിച്ചു പോയോ? ചെറുതായിട്ട്. അങ്ങനെ പേടിക്കണം. നിങ്ങൾ വേഗം കിടക്ക്. നിങ്ങൾക്ക് ഞാൻ തലയ്ക്കൊരു അനസ്തേഷ്യ തരട്ടെ? മര്യാദക്ക് കിടക്കാനല്ലേ പറഞ്ഞേ? എന്റെ പടച്ചോനെ, ഈ ചൊത്തില്ലാന്ന് പറഞ്ഞിട്ട് ഈ പൊട്ടൻ കേൾക്കണില്ലല്ലോ. ഒന്ന് ഉള്ളാക്കിട്ട് നോച്ചാലും പോലും ആരും കേൾക്കാല്ല. എന്റെ തലപ്പ ഈ ചങ്ങായി വെട്ടി പൊളിച്ചണ പോലാണ്. ഇത് മതി. ആ പൊട്ടൻ എത്തേക്കായിട്ടും വരുന്നുണ്ടല്ലോ. എത്തോ എന്റെ കയ്യിൽ ബാറ്റോ? ഡോക്ടറെ എത്തിനാ ഈ ബാറ്റ്? ഇത് വെച്ചല്ലേ ഞാൻ നിങ്ങളെ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, നല്ല കട്ടിയുള്ള ബാറ്റാ. ബാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യും. ഈ ബാറ്റ് വെച്ചിട്ട് നിങ്ങളെ മണ്ടക്ക് ഒരടിയാൻ തന്നാല് തല ഇങ്ങോട്ട് തുറന്നു വരും. അപ്പൊ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ എളുപ്പല്ലേ? സത്യത്തിൽ ഇത് ഡോക്ടർ തന്നെ? എന്താ വിശ്വാസം ഇല്ലേ? പെരുത്ത് വിശ്വാസ. ഏതായാലും കണ്ണും പൂട്ടി കിടക്കുക. കണ്ണും പൂട്ടി കിടന്നാ മരിച്ചത് അറിയില്ലേക്കാരം. ഇതെടുത്ത് കാണ തലക്ക് ഒരടി പൊളിക്കും. റെഡി 1 2. ഓ മൈ ഗോഡ്, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയത്? ഈ ഭ്രാന്തൻ എങ്ങനെ ഇവിടെ എത്തി? ഭ്രാന്തൻ നിന്റെ അച്ഛൻ. ഇയാളെ സെല്ലിലിട്ട് അടച്ചതായിരുന്നല്ലോ. ശരിയാണല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ എത്തി? പിരാന്തനോ? ആഹാ, ഇത് പിരാന്തനേനടാ. നിങ്ങൾ എന്തിനാണ് എന്റെ ഓപ്പറേഷൻ മുടക്കാൻ വന്നത്? ഓപ്പറേഷനോ? ഇവൻ എന്റെ തല ഓപ്പറേഷൻ ചെയ്യാൻ നിൽക്കും. എന്റെ ദൈവമേ, നമ്മൾ കറക്റ്റ് സമയത്ത് വന്നത് നന്നായി. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കാരണം എന്റെ ഒരു ഓപ്പറേഷൻ മുടങ്ങി. ഇത്തവണയും നിങ്ങൾ എന്റെ ഓപ്പറേഷൻ മുടക്കിയല്ലേ? എനിക്ക് നല്ലൊരു തല കിട്ടിയതായിരുന്നു ഇന്ന്. രണ്ടുപേർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. വാജ് ഈ കദീസുമാനെ തലെടുക്കാന്. ഓൻക്കേ ഇന്നെ മര്യാദക്ക് അറിയില്ല, അതുകൊണ്ടാ. ഇന്നെ ഓനക്ക് ശരിക്കും അറിയുന്നുണ്ടെങ്കിലേ അവന്റെ കജ്ജ് പൊന്തൂലേന്. സോറി മേഡം, അയാൾ ഇവിടെ മെന്റൽ ഹോസ്പിറ്റലിൽ ഉള്ളതാ. അയാൾക്ക് ഡോക്ടർ ആവാൻ പറ്റാതെ ഭ്രാന്തായതാണ്. അതിനുശേഷം അവനെ തക്കം നോക്കി നടക്കുക. ഏതെങ്കിലും രോഗികളെ കിട്ടിയാലേ അവരെ ഓപ്പറേഷൻ ചെയ്യാനാ. ഞാനായോണ്ട് ഇപ്പൊ ഇന്ന് കഴിച്ചില്ലായി. വേറെ ആരാണെന്നുണ്ടെങ്കിലേ ഇതിനൊന്നും പറ്റൂല. ഇച്ചി ഇതായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും ഉണ്ടായിക്കോളന്നില്ല. ഏതായാലും ഇപ്പൊ നിങ്ങൾ ഒരു ഡോക്ടർമാരെ ഡിസ്ചാർജും കുസ്ചാർജും ഒന്നും വേണ്ട. ഞാൻ പോവാ. എന്റെ പേരാണ് പറഞ്ഞാൽ മതി, കദീസുമാനെ. ഡോക്ടർ നിന്ന് മൂത്രയിച്ചു. നോക്കി നിൽക്കാതെ ഡോറ് തുറക്കടി. ശരി മേഡം.